കണ്ണൂരിലെ മുൻ ഡിവൈഎഫ്ഐ നേതാവ് മനു തോമസിന്റെ വെളിപ്പെടുത്തലുകൾ നിയമസഭയിൽ ആയുധമാക്കാൻ ഒരുങ്ങുകയാണ് പ്രതിപക്ഷം. പി ജയരാജനും മകനുമെതിരായ ആരോപണങ്ങളാണ് പ്രതിപക്ഷം ആയുധമാക്കുക. വിഷയം ഇന്ന് നിയമസഭയിൽ ഉന്നയിക്കും. മറ്റു നേതാക്കൾക്കെതിരായ ആരോപണങ്ങളും പ്രതിപക്ഷം ഉയർത്തും. അല്ലമീൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അല്ലമീൻ, ഒടുവിൽ മനു തോമസ് വിഷയം നിയമസഭയിലേക്ക് എത്തുകയാണോ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അരുൺകുമാർ. കണ്ണൂരിലെ സൈബർ പോരാളികൾ സൈബറിടത്തിൽ വലിയ രീതിയിലുള്ള പോർമുഖം തുറന്നിരിക്കുകയാണ് മനു തോമസിന്റെ വെളിപ്പെടുത്തലിന് പിന്നാലെ. പക്ഷേ ഈ വിഷയം നിയമസഭയിലേക്ക് കൊണ്ടുവരാൻ പ്രതിപക്ഷം ആഗ്രഹിക്കുകയാണ്. ഇന്നിപ്പോൾ ശൂന്യവേളയിൽ അടിയന്തര പ്രമേയമായി ഈ വിഷയം അവതരിപ്പിക്കാനാണ് പ്രതിപക്ഷം നീക്കം നടത്തുന്നത്. പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നത് ഖാദി ബോർഡ് ചെയർമാനാണ് പി ജയരാജൻ. അത്തരത്തിലൊരു നേതാവിനും കുടുംബാംഗങ്ങൾക്കും എതിരെ ഉൾപ്പെടെ മുതിർന്ന CPM നേതാക്കൾക്കെതിരെ ഡിവൈഎഫ്ഐയുടെ മുൻ നേതാവ് ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾ, അത് സ്വർണ്ണക്കടത്ത് ആരോപണമുണ്ട്, സ്വർണം പൊട്ടിക്കൽ സംഘങ്ങളുമായുള്ള ബന്ധമുണ്ട്, ക്രിമിനൽ സംഘങ്ങളുമായുള്ള ബന്ധമുണ്ട്. ഈ ആരോപണങ്ങൾ ജനങ്ങളിൽ വലിയ ആശങ്ക ഉളവാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടാണ് ഇന്ന് അടിയന്തര പ്രമേയത്തിന് സണ്ണി ജോസഫ് MLA നോട്ടീസ് നൽകിയിരിക്കുന്നത്. മുഖ്യമന്ത്രി വിഷയത്തിന് മറുപടി പറയണമെന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. പക്ഷേ മുഖ്യമന്ത്രി ഇന്ന് നിയമസഭയിലില്ല. അദ്ദേഹം പാർട്ടി കേന്ദ്ര കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട ഡൽഹിയിലാണുള്ളത്. മുഖ്യമന്ത്രിക്ക് പകരം ഒരുപക്ഷെ ഇന്നലത്തെ പോലെ MP രാജേഷ് തന്നെയായിരിക്കും മറുപടി പറയുക എന്നുള്ളതാണ് മനസ്സിലാക്കാനാകുന്നത്. ഏതായാലും ഈ ആരോപണത്തെ പാർട്ടിക്കുള്ളിലുണ്ടായ ആഭ്യന്തര പ്രശ്നങ്ങളുടെ ഒരു പ്രതിഫലനമാണ് ഈ സമൂഹ മാധ്യമങ്ങളിൽ വലിയ ഒച്ചപ്പാടുണ്ടാക്കിയിരിക്കുന്നത്. അതിനെ പാർട്ടി നേതൃത്വം നിയമസഭയിൽ ഔദ്യോഗികമായി എങ്ങനെ പ്രതിരോധിക്കും, അതിനുള്ള മറുപടി എങ്ങനെ നൽകുമെന്നുള്ളത് ഏറെ പ്രധാനപ്പെട്ടതാണ്. ഇനി അതല്ല, ചർച്ചകളിലേക്ക് പോകുന്നതിന് മുൻപ് തന്നെ വേറെ ഏതെങ്കിലും വിധത്തിൽ അതിനെ തടയിടാൻ സ്പീക്കറോ മറ്റോ ശ്രമിക്കുമോ എന്നുള്ളതും ഇന്നത്തെ ചർച്ചകളിൽ അല്ലെങ്കിൽ സഭാ നടപടികളെ വലിയ തരത്തിൽ പ്രക്ഷുബ്ധമാക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. ശൂന്യവേളയിലാണ് ഈ വിഷയം വരുന്നത്. ഏതായാലും ഈ വിഷയത്തിൽ പ്രതിപക്ഷത്തിന്റെ സഭയിലെ നിലപാടും ഭരണപക്ഷത്തിന്റെ നിലപാടുമൊക്കെ ഏറെ പ്രധാനവും നിർണായകവുമാണ്. അതോടൊപ്പം തന്നെ ചോദ്യോത്തര വേളയിൽ വടകര തെരഞ്ഞെടുപ്പ് സമയത്തുണ്ടായ കാഫിർ വിവാദം, അതുമായി ബന്ധപ്പെട്ട സ്ക്രീൻഷോട്ട് വിവാദമൊക്കെ ചോദ്യോത്തര വേളയിലും ഉയർന്നു വരുന്നുണ്ട്. ബാർക്കോഴ ആരോപണവുമായി ബന്ധപ്പെട്ട ബാർ ഉടമകൾ നേരത്തെ തന്നെ മുഖ്യമന്ത്രിക്ക് ഏതെങ്കിലും പരാതി നൽകിയിരുന്നോ ഈ ആരോപണത്തിന് മുൻപ്, ഈ വിവാദത്തിന് മുമ്പ് എന്ന ചോദ്യവും ചോദ്യോത്തര വേളയിൽ വരികയാണ്. അങ്ങനെ കഴിഞ്ഞ കുറച്ച് നാളുകളായി രാഷ്ട്രീയ കേരളം നിരീക്ഷിച്ച, കണ്ട, ചർച്ച ചെയ്യപ്പെട്ട സുപ്രധാനമായ പല വിഷയങ്ങളും ഇന്ന് നിയമസഭയുടെ ഫ്ലോറിൽ വരുന്നുണ്ട്. അത് ചോദ്യോത്തര വേളയിലും അതുപോലെ തന്നെ ശൂന്യവേളയിലുമൊക്കെയാണ് ഉയർന്നു വരിക. ഏതായാലും വലിയ രീതിയിലുള്ള ഒരു സഭാതലം പ്രക്ഷുബ്ധമാകുന്നതിന് ഈ വിഷയങ്ങൾ നയിക്കുമോ, അതല്ല അതിനപ്പുറത്തേക്ക് പ്രതിരോധിക്കാൻ സർക്കാരിന് സാധിക്കുമോ, സ്പീക്കർക്ക് സാധിക്കുമോ എന്നുള്ളതൊക്കെയാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഏതായാലും ആദ്യം ചോദ്യോത്തരവേള ആരംഭിക്കും. അതിലാദ്യം വരുന്നത് സ്ക്രീൻഷോട്ട് വിവാദം, കാഫിർ സ്ക്രീൻഷോട്ട് വിവാദവുമായി ബന്ധപ്പെട്ട ചോദ്യം, പിന്നാലെ ബാർക്കോഴ വിവാദവുമായി ബന്ധപ്പെട്ട ചോദ്യം, അതിന് പിന്നാലെ ശൂന്യവേളയിൽ അതിനേക്കാൾ വലിയ ചൂടേറിയ വിവാദങ്ങളിലേക്ക് ഈ മനു തോമസിന്റെ ആരോപണങ്ങളും വെല്ലുവിളികളും പാർട്ടി നേതൃത്വത്തിന്റെ പ്രതിരോധവും ഒക്കെ സഭാതലത്തിൽ ഉയർന്നു വരികയും ചെയ്യും. ഓക്കെ, താങ്ക് യു അല്ലമീൻ. അല്ലമീനാണ് വിവരങ്ങൾ നൽകിയത്. ഇന്ന് പാർലമെന്റ് പോലെ തന്നെ നിയമസഭയിലും പ്രതിപക്ഷം സർക്കാരിനെ പ്രതിരോധത്തിലാക്കാനുള്ള ആയുധങ്ങൾ തേച്ചുമിനക്കിയായിരിക്കും എത്തുക. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മനു തോമസ് പി ജയരാജനും മകനുമെതിരെ നടത്തിയിരിക്കുന്ന സോഷ്യൽ മീഡിയ വഴിയും നമ്മളുടെ ചാനൽ വഴിയും ഒക്കെ നടത്തിയിരിക്കുന്ന ആരോപണങ്ങളുണ്ട്. ആ ആരോപണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കൊട്ടേഷൻ സംഘങ്ങളുമായി, സ്വർണം കടത്തൽ സംഘങ്ങളുമായി, സ്വർണം പൊട്ടിക്കൽ സംഘങ്ങളുമായി ചില നേതാക്കളുടെ മക്കൾക്ക് ബന്ധമുണ്ടെന്നും ആ മക്കളുടെ ബന്ധത്തെ കൂടി മുൻനിർത്തിക്കൊണ്ടാണ് ചില മുതിർന്ന നേതാക്കളുടെ ആശീർവാദത്തോടു കൂടി ഈ തില്ലങ്കേരി പോലെയുള്ള ടീമുകൾ തഴച്ചു വളർന്നത് എന്നുമാണ് മനു തോമസിന്റെ വാദം. ഈ മനു തോമസിന്റെ വാദം ഇന്നിപ്പോൾ നിയമസഭയിൽ എത്തുമ്പോൾ അതിനെ എങ്ങനെ പ്രതിരോധിക്കാനാണ് സർക്കാർ പോകുന്നതെന്ന് നമുക്കറിയാം. കാഫിർ അടക്കമുള്ള വിഷയങ്ങളും ഇന്ന് നിയമസഭയിൽ ചർച്ചയാവുകയും ചെയ്യും.